എത്ര റാങ്ക് ഉള്ളവർക്കാണ് 2024 MBBS റൗണ്ട് 1ഉം റൗണ്ട് 2ഉം റൗണ്ട് 3 റൗണ്ട് 4 ഒക്കെ ആയിട്ട് കാറ്റഗറി വൈസ് അഡ്മിഷൻ ലഭിച്ചത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത്. നിങ്ങളുടെ മാർക്കിനല്ല പ്രാധാന്യം, റാങ്കിനാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. കഴിഞ്ഞ വർഷം ലഭിച്ചിരിക്കുന്ന റാങ്കും ഈ വർഷം ലഭിച്ചിരിക്കുന്ന റാങ്കുമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, താരതമ്യം ചെയ്യേണ്ടത്. അല്ലാതെ എന്തല്ല കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തെ മാർക്കല്ല. എന്നാൽ നമുക്ക് കഴിഞ്ഞ വർഷത്തെ മാർക്ക് നിങ്ങൾക്കൂടെ സ്ക്രീനിൽ കാണാൻ സാധിക്കും. മാർക്ക് ഞാൻ പറയുന്നില്ല, സ്ക്രീനിൽ കാണാൻ സാധിക്കും കേട്ടോ. നമുക്ക് റൗണ്ട് 1 കഴിഞ്ഞ വർഷം എത്രയാണ് അഡ്മിഷൻസ് പോയിരിക്കുന്നത് നോക്കാം. ജനറൽ കാറ്റഗറിയിൽ ആദ്യ റൗണ്ടിൽ ഓൾ ഇന്ത്യ കോട്ട വഴി അഡ്മിഷൻ പോയിരിക്കുന്നത് 19,603 ആയിരുന്നു. ഓക്കെ, ജനറൽ റാങ്ക്. അത് OBC 20,281, EWS 23,419, SC 1,05,676, ST 1,40,45,207 എന്നുള്ള രീതിയിലായിരുന്നു ഒന്നാമത്തെ റൗണ്ട് പോയിരിക്കുന്നത്. സെക്കൻഡ് റൗണ്ടിലേക്ക് വരുമ്പം അത് 22,995 ജനറൽ കാറ്റഗറി പോയി. അതേപോലെ തന്നെ അതിൻ്റെ OBC 23,358 പോയി. അതേപോലെ EWS 26,720 വന്നു. അത് SC കാറ്റഗറിയിലേക്ക് വരുമ്പോൾ 1,25,103 വരികയും STയിലേക്ക് വരുമ്പം 1,55,826 എന്നുള്ള നമ്പറിലേക്ക് എത്തി. ഇനി ഈ രണ്ട് റൗണ്ട്, ഫസ്റ്റ് റൗണ്ട് സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞാൽ പിന്നീട് നടക്കുന്നതാണ് മോപ്പപ്പ് റൗണ്ട് എന്ന് പറയുന്നത്. മോപ്പപ്പ് റൗണ്ടിലേക്ക് വരുമ്പം അത് 24,842 ജനറൽ കാറ്റഗറിയും OBC 24,982 എത്തി. ഇവിടെ നോക്കുമ്പോൾ വലിയൊരു മാറ്റമല്ല ജനറൽ കാറ്റഗറി OBCയും തമ്മിൽ. പിന്നീട് അത് EWSയിലേക്ക് വരുമ്പോൾ അത് 28,702 SCയിലേക്ക് വരുമ്പോൾ 1,33,872 STയിലേക്ക് വരുമ്പം 1,66,849 എത്തി. ഇതാണ് മെയിൻ 3 റൗണ്ടുകൾ, മോപ്പപ്പ് റൗണ്ട് വരെ. പിന്നീട് സ്ട്രേ വേക്കൻസി എന്ന് പറയും. ആ സ്ട്രേ വേക്കൻസിയിൽ വന്നിരിക്കുന്നത് കൂടെ ഞാൻ പറയാം. സ്ട്രേയിൽ വന്നിരിക്കുന്ന സമയത്ത് അത് ഓൾ ഇന്ത്യ റാങ്കിൽ തന്നെ ജനറൽ കാറ്റഗറി 25,050, OBC 25,079, EWS 28,836, SC വരുന്നത് 1,35,759 അതേപോലെ ST വരുന്നത് 1,68,840. ഇതായിരുന്നു ഫോർത്ത് റൗണ്ടിലെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അങ്ങനെ സ്ട്രേ വേക്കൻസി ഫിഫ്ത്തും കൂടെ സംഭവിച്ചു. ആ ഫിഫ്ത്ത് സംഭവിച്ച സമയത്ത് അത് ജനറൽ കാറ്റഗറി 25,220 വരെ എത്തി. അതേ സമയത്ത് OBC കാറ്റഗറി 25,212 EWS കാറ്റഗറി 25,899 SC കാറ്റഗറി 1,39,193 ST കാറ്റഗറി 1,68,882 അവസാനിച്ചു. ഇതായിരുന്നു കഴിഞ്ഞ വർഷത്തെ റാങ്ക് എന്ന് പറയുന്നത്. ഇതിനൊക്കെ സ്കോറുകൾ അവിടെ കാണിക്കുന്നുണ്ട്. സ്കോർ അത്ര മാൻഡറ്ററി അല്ല. ഓരോ വർഷത്തെ എക്സാമിനേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റമുണ്ടാകും. ഈ വർഷത്തെ സാധ്യതകൾ എന്താണ് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും. എത്ര റാങ്ക് വരെയുള്ളവർക്ക് കിട്ടുമെന്നുള്ളത് ഈ വർഷത്തെ സാധ്യതകൾ പിന്നീട് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.